കൂട്ടുകാരെ എല്ലാവർക്കും റമദാൻ കരീം. ഇന്ന് നമ്മുടെ ആദ്യത്തെ നോമ്പായതുകൊണ്ട് ബീഫാണ് കേട്ടോ വാങ്ങിയത്. നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ബീഫ് നല്ല വൃത്തിയാക്കി അത് പ്രിപ്പയറാക്കി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ക്ഷീണം വന്നാലും വലിയ പ്രശ്നമില്ലല്ലോ, വൈകുന്നേരത്തേക്കുള്ള ആ ഒരു ടൈമിലേക്ക് നമുക്കത് പ്രിപ്പയറാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ കഴുകി വെച്ച ബീഫിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും 2.5 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കളറ് മാത്രമേ ഉള്ളൂ, എരിവ് കുറവല്ലേ, അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും പെപ്പർ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഉപ്പും ചേർക്കണം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നമ്മൾ വെക്കുവാണ് കേട്ടോ. ഒരു 3-4 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. 3-4 വിസിൽ അടുപ്പിച്ച് തൽക്കാലത്തേക്ക് അങ്ങനെ അങ്ങ് ഇടുക. കാരണം വേവിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സിനൊക്കെ വേണേലും ബീഫ് എടുത്ത് മാറ്റിയിട്ട് ബാക്കി നമ്മൾ സബോളയൊക്കെ എടുത്ത് കറിയാക്കിയാൽ മതിയല്ലോ. ഇത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. നല്ല തിരക്കായിപ്പോയി, നല്ല ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ നോമ്പ് തുറയിലോട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് സ്നാക്സും ജ്യൂസും ഫ്രൂട്ട്സൊക്കെ ആയിരുന്നു നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഫസ്റ്റ് വെച്ചത്. വാട്ടർമെലൺ ജ്യൂസ്, ഷെയ്ക്ക്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഇവർ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിക്കൊണ്ട് വന്നതാണ് അത്. പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന നല്ല അടിപൊളി പള്ളിക്കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് പള്ളിക്കഞ്ഞിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഒറോട്ടി, പിന്നെ അതിന് നമ്മുടെ തേങ്ങാപ്പാലും ബീഫ് കറിയും ആയിരുന്നു കേട്ടോ. ബീഫ് കറിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അതെല്ലാം കൂട്ടി നമ്മുടെ ഇന്ന് ആദ്യത്തെ നോമ്പ് നല്ല റാഹത്തായിട്ട് കഴിഞ്ഞു കേട്ടോ.